ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചരണങ്ങൾ കഴിഞ്ഞു. അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് കുമ്പളങ്ങി സെയിന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ന്യൂസ് ടുഡേയുമായി പങ്കുവയ്ക്കുന്നത് സ്കൂളിലെ സ്റ്റുഡന്റ് റിപ്പോർട്ടർ ഫോസ്റ്റീനയാണ്. ഫോസ്റ്റീന, എന്താണ് തെരഞ്ഞെടുപ്പാണോ ഇന്ന്? മത്സരിക്കുന്നുണ്ടോ? എന്തൊക്കെയാ വിശേഷങ്ങൾ? രാജഭരണത്തിൽ നിന്നും ജനാധിപത്യ രീതിയിലേക്ക് രാജ്യം മാറിയപ്പോൾ ജനങ്ങളെ നയിക്കുവാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കളാണ് നമ്മളെ ഭരിക്കുന്നതും സേവനം ചെയ്യുന്നതും. നമ്മൾ കുട്ടികൾ ദൂരെ നിന്നും മാത്രം നോക്കിക്കാണുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ നമുക്ക് അടുത്തറിയുവാനുള്ള അവസരമാണ് കുമ്പളങ്ങി പരങ്ങാൻ സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ അധ്യാപകരോടൊപ്പം കൂടെ നിന്നും പ്രവർത്തിക്കുവാനും പങ്കുകാരാകാനും കുട്ടികളുടെ നേതാവായി സ്കൂൾ ഹെഡ് ബോയ് ഹെഡ് ഗേൾ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന 6 വിദ്യാർത്ഥികൾ അവരുടെ ചൂടേറിയ പ്രചരണത്തിനു ശേഷം ഇന്ന് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഇതിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൽ കുട്ടികളുടെ ഹെഡ് ബോയ് ഹെഡ് ഗേൾ തെരഞ്ഞെടുപ്പാണ്, പൊതു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും വളരെ ആവേശത്തിലാണ് വന്നിരിക്കുന്നത്. 6 മത്സരാർത്ഥികളാണ് ഉള്ളത്. അപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ MP പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ സ്കൂളിനെ പ്രധാനം ചെയ്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളോടുകൂടി പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. എവിടെയാണ് നിങ്ങൾ വോട്ട് ചെയ്ത സ്ലിപ്പിൽ ഇടേണ്ടത്, ആർക്ക് വോട്ട് ചെയ്യണം, അപ്പം നിങ്ങൾ ഇവിടെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ്. ജനാധിപത്യ രീതിയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് രീതികളോട് ചേർന്ന് പോകുന്ന രീതിയിൽ നമ്മൾ സ്കൂളിൽ അത് സ്കൂളിൻ്റെ ഒരുപക്ഷെ ഇത് ആദ്യത്തെ പ്രോഗ്രാമാണ്. ഇങ്ങനെ പുറത്ത് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയൊക്കെ നമ്മളിങ്ങനെ സംവിധാനം സംവിധാനം ഒരുക്കിയിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്വം, അതായത് ഞാനൊരാൾ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ കൂടിയാണ് ഒരാൾ വിജയിക്കുക. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ അവർ തൊട്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതിവിടെ നടപ്പിലാക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപനം മുതൽ സമ്മതപത്രം സമർപ്പണം അങ്ങനെ തുടങ്ങി അതിൻ്റെ എല്ലാ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇലക്ഷൻ്റെ ദിനത്തിലെത്തിയിരിക്കുന്നത്. കുട്ടികളെല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്, ഒപ്പം ഞങ്ങളും. ഈ വിദ്യാലയത്തെ നയിക്കുവാൻ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഹെഡ് ബോയ് ഹെഡ് ഗേളിലൂടെ ഈ വിദ്യാലയം അച്ചടക്കത്തിലും പഠന നിലവാരത്തിലും കലാകായിക രംഗങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലെത്തി വിദ്യാലയത്തിനും സമൂഹത്തിനും അഭിമാനമായി നിൽക്കുവാൻ അവർക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് ടുഡേക്ക് വേണ്ടി റിജൻ റെബിലിയോടൊപ്പം സ്റ്റുഡന്റ് റിപ്പോർട്ടർ മരിയ ഫൗസ്റ്റീന.